അപ്പോൾ ഞങ്ങൾ ഹൈ നോട്ടിൽ അവസാനിപ്പിച്ചു ഈ സീസൺ. ഫുള്ളും മഴയും വെയിലും മാറി മാറി ഫുള്ള് മഴ. എന്തൊക്കെയോ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനി ഒരു കളിയും കൂടി ഇല്ലേ? എന്തൊക്കെ കളിയങ്ങ ഇതൊക്കെ ഇപ്പൊ അത് നോക്കിയിരിക്കുക. നിങ്ങള് പുറത്തായതല്ലേ, ഞങ്ങളും ഞങ്ങൾ അടുത്ത സീസൺ തീർക്കണം എന്നല്ലാതെ ഞങ്ങൾ അടുത്ത സീസണിലേക്കുള്ള തുടക്കം കുറിച്ചു. അടുത്ത സീസൺ ഇപ്പൊ തന്നെ ഞങ്ങൾ എന്താ ജയ്സ്വാഡ് ഫോം, സഞ്ജു ഫോം, ഞങ്ങളെ ചെക്കൻ ചെറിയ ചെക്കൻ സൂര്യവംശി ഫോം, ജുറേല് എന്ത് ചെയ്തു ചെയ്സ് ചെയ്ത് എന്തിനു പറച്ചില് ജുറേൽ ഉണ്ടായാൽ ഞങ്ങൾ തോൽക്കും. എല്ലാ രീതിയിലും ഞങ്ങൾ അടുത്ത സീസണിലേക്കല്ല. നിങ്ങൾ പ്ലേ ഓഫിൽ എത്തിയ പോലെ ഉണ്ടല്ലോ നിങ്ങളെ വർത്താനോ. അത് ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ എത്ര കളി തോറ്റ്? 10 കളി. ഞങ്ങളും 10 കളി. അപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വർത്താനത്തിൽ അർത്ഥമില്ല. അല്ല, അതിന് പക്ഷെ ഒന്നും കൂടി യോജിക്കുക. 10ാം സ്ഥാനത്തായി ഞങ്ങൾക്ക് ഒരു കളി കൂടി ബാക്കിയുണ്ടേ. അത് 10 പോണില്ല. അത് ശരി, നിങ്ങൾ കളി കൂടുതൽ നിങ്ങളിപ്പോ മാസത്തെ കോട്ട കഴിഞ്ഞില്ല, ഇനിയിപ്പോ നിങ്ങൾ ജയിക്കൊന്നുമില്ല. നിങ്ങൾ തോറ്റ് എന്തോ ഒരു കഷ്ടമാണ്. പിന്നെ ഇത് എന്താണ് എന്താ നിങ്ങളെ തല കാണിച്ച വലിയ വർത്താനം? തല കാണിച്ചെന്ന് പറഞ്ഞാല് അത് ആ പ്രശ്നം എന്താ വെച്ചാ അവസാനത്തെ 2-3 ഓവർ വന്നില്ല. ആ കുയ്താളം മറിച്ചിലാണ് അടുത്തുള്ള ഞങ്ങൾക്കും. അല്ല, നിങ്ങൾ തലെടുത്ത സ്കോർ എത്ര ഗോളിൽ എത്ര എടുത്തു? 16 റണ്ണ്. 16 റണ്ണ് 17 ഗോളില്. അല്ല, അതിപ്പോ ഇങ്ങനെ മൊത്തത്തിലൊരു പറച്ചില് അതിന് മറ്റേ ആ 16-17 വർഷത്തെ ഓർമ്മിപ്പിക്കല്, നിങ്ങൾ CSK ബാൻ ചെയ്ത ആ വർഷത്തിന് ഓർമ്മിപ്പിച്ച ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞു കണ്ട് വർത്താനം പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ബാൻ ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതാ പറഞ്ഞ നമ്മൾ തമ്മിൽ ഈ വർത്താനം പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും നാറും, അത്ര ഉണ്ടാവുള്ളൂ. നിങ്ങളും 10 കളി തോറ്റ്, ഞങ്ങളും 10 കളി തോറ്റ്. നിങ്ങളും പുറത്തായി, ഞങ്ങളും പുറത്തായി. ഞങ്ങൾക്കും ബാന് കിട്ടി, ഞങ്ങൾക്കും ബാന് കിട്ടി. അപ്പൊ പിന്നെ ഈ വർത്താനത്തിൽ അർത്ഥമില്ല. എന്ത് കളിയാണ് നിങ്ങൾ വലിയ തള്ളേനല്ലോ പറഞ്ഞ ഒരു 6 അടിച്ചു. ഇനി അയിമ പിടിച്ചിങ്ങനെ നിക്കാൻ പറ്റും, അല്ല വേറെ ഒന്നുമില്ല. ഒരു 6 അല്ല, ഞങ്ങള് 5 കിരീടം എത്തുമ്പോ തന്നെ നിക്കും. അതൊന്നും നിങ്ങൾ കൂട്ടിയാ കൂടുന്ന കാര്യമല്ല. കൂട്ടിയാ കൂടുന്ന മറ്റേ മുംബൈ ഇല്ലേ, ഇപ്പൊ കൊറേ കൂട്ടിട്ട് അതൊക്കെ വെറുതെ തോന്നാ. അതൊന്നും ആരും ചാടൂല. ക്യാപ്റ്റൻ വേറെ ആളാണെന്നുള്ളതിനാണ് പ്രശ്നം. അത് രോഹിത്തും ധോണിയൊക്കെ ഒരേ ലെവലിലുള്ള ആൾക്കാർ. ഇത് വേറെ ആൾക്കാരാണ്, ഞാൻ കിട്ടാൻ പോണില്ല. ഞാൻ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത സീസണിൽ നിങ്ങളെ ആളുണ്ടാവൂലല്ലോ. പിന്നെന്താ, ധോണി ഇപ്പോഴും നല്ല ഉസാർ കളിയില്ലേ, പ്രശ്നമില്ല, നല്ല മോട്ടിവേഷൻ എല്ലാവരും കൊടുക്കുന്നില്ലേ, നല്ല ഉസാർ സ്റ്റംപിങ്. ഞങ്ങൾ അടുത്ത സീസണിക്ക് റെഡിയാണ്, നിങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഉറപ്പിക്കും. അതൊക്കെ നിങ്ങൾക്ക് വേറെ തോന്നല. 5 കിരീടം നേടിക്കണമെങ്കിൽ കിരീടം നേടിയിട്ട് തന്നെ ധോനി വിരമിക്കുള്ളൂ. അടുത്ത സീസണിൽ നേടും.